മുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ കൊണ്ടു പ്രിയേ. കുന്നോളം കുളിരും മഞ്ഞും നിറഞ്ഞിരിക്കുന്ന കണ്ണൂരിലെ ഒരു അടിപൊളി സ്ഥലം പാലക്കയം തട്ട്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പാലക്കയം തട്ടിലോട്ടാണ്. ഇവിടുത്തെ കാഴ്ചകളും വിശേഷങ്ങളും. വെൽക്കം ബാക്ക് റോയി 3R വീഡിയോസ്. നമ്മുടെ പാലക്കയം തട്ടേ നഗരത്തിരക്കളിൽ നിന്നൊക്കെ മാറി ശാന്തവും പ്രകൃതി സൗന്ദര്യം ആവോളം നിറഞ്ഞ ദൈവത്തിൻ്റെ സ്വന്തം നാടായ മലയാളക്കരയിലെ സ്വർഗഭൂമിയാണ് പാലക്കയം തട്ട്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3500 അടി ഉയരത്തിലാണ് പശ്ചിമഘട്ട മലനിരകളിലാണ് പാലക്കയം തട്ട് സ്ഥിതി ചെയ്യുന്നത്. ഇവിടുത്തെ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. അതിമനോഹരമായ കാഴ്ചകളാണ്. പിന്നെ ഒരു ലൈക്ക് അടിക്കാൻ മറക്കരുത്. നമ്മളിന്ന് പോയതിൽ ഏറ്റവും കുറഞ്ഞ ദൂരം സഞ്ചരിച്ച സ്ഥലം ഇതാണ്. ഈ മല അങ്ങോട്ട് കയറിക്കഴിഞ്ഞാൽ കുറച്ച് ദൂരമുള്ളൂ. കയറിക്കഴിഞ്ഞാലുണ്ടല്ലോ കണ്ണിന് കുളിർമയേകുന്ന മനോഹരമായ കാഴ്ചകളാണ്. നമ്മുടെ കണ്ണൂരിൻ്റെ മീശപ്പുലിമല, കണ്ണൂരിൻ്റെ ഊട്ടി എന്നൊക്കെയാണ് ഈ സ്ഥലത്തെ അറിയപ്പെടുന്നത്. ഇവിടെ സന്ദർശിക്കാൻ ഏറ്റവും പറ്റിയ സമയം രാവിലെയും വൈകുന്നേരവുമാണ്. കാരണം സൂര്യോദയവും അസ്തമയവുമാണ് പ്രധാന കാഴ്ചകൾ. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ്. നമ്മളിപ്പോൾ വന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. എന്നാലും മഞ്ഞ് മൂടിക്കിടക്കുന്ന സ്ഥലങ്ങൾ അത് നേരിട്ട് കണ്ട് തന്നെ അറിയണം. അടിപൊളിയാണ് കേട്ടോ. ഫുള്ളായിട്ട് മഞ്ഞാണ്. ശരിക്കും നമുക്ക് സ്ഥലങ്ങളൊന്നും കാണാൻ കഴിയുന്നില്ല. അത്രയ്ക്ക് മഞ്ഞ് മൂടിക്കിടക്കുകയാണ്. ഏത് സമയവും ഇവിടുത്തെ കാലാവസ്ഥ മാറി മറിയും. ചിലപ്പോൾ പെട്ടെന്ന് ചെറിയ ചാറ്റൽ മഴയൊക്കെ ഉണ്ടാവും. അതേപോലെ തന്നെ മഞ്ഞ് വന്നും പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ കോർഡിനേറ്റർ പറഞ്ഞ പോലെ മഞ്ഞ് പെയ്യുന്നത് കാണാൻ മീശപ്പുലിമല പോകേണ്ട ആവശ്യമില്ല. പാലക്കയം തട്ടിലോട്ട് വന്നാൽ എന്താ സൂപ്പർ സംഭവമാണ്. നമ്മൾ ക്യാമറയിലൊന്നും കാണാൻ കഴിയില്ല. പക്ഷേ ഇവിടെ മഞ്ഞ് പൊതിഞ്ഞ് കിടക്കുകയാണ്. അത്രയ്ക്ക് നല്ല വ്യൂ ആണ്. നമ്മൾ കുറച്ച് ലേറ്റായിപ്പോൾ ഇവിടെ എത്തിയപ്പോൾ. എങ്കിലും കാഴ്ചകൾ മനോഹരം. എന്താ ഫുള്ളായിട്ടും കോടയിൽ ഇങ്ങനെ പൊതിഞ്ഞെടുക്കുകയാണ്. ഇപ്പോൾ സമയം ഏകദേശം ഒരു 6 മണിയാവാനായി. തളിപ്പറമ്പിൽ നിന്നും 28 കിലോമീറ്റർ ദൂരമാണ് നമ്മുടെ പാലക്കയം തട്ടിലോട്ടുള്ളത്. കണ്ണൂർ ജില്ലയിലെ നടുവിൽ പഞ്ചായത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ഇങ്ങനെ പേര് വരാനൊരു കാരണമുണ്ട്. ഇവിടുത്തെ പാലക്കായ് മരം തട്ട് എന്നായിരുന്നു. ആ പാലക്കായ് മരം തട്ട് ലോപിച്ച് പാലക്കയം തട്ടായി മാറി. നമ്മുടെ സിഗ്മേഷയുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുകയാണ്, ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ വീഡിയോ ഷൂട്ടിനും അതുപോലെ തന്നെ ഫോട്ടോ ഷൂട്ടിനും ഒക്കെ പറ്റിയ അടിപൊളി സ്ഥലമാണ്. ഇതൊരു ന്യൂജൻ സ്പോട്ടും കൂടിയാണ്. കൂടുതൽ റീൽസുകളൊക്കെ ഇവിടുന്ന് ഒരുപാട് പുറത്തു വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടുന്ന് കാണുമ്പോൾ തന്നെ അറിയാം, ഒരു രക്ഷയില്ലാത്ത കാഴ്ചയാണ് കേട്ടോ.
നമുക്ക് ഈ മലയിൽ നിന്ന് നോക്കിയാൽ പൈതൽ മല കാണാം, കൂർഗ് മലകൾ നിരകൾ കാണാം, അതുപോലെ തന്നെ വളപ്പട്ടണം പുഴ കാണാം. പക്ഷേ മഞ്ഞ് നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇപ്പോൾ ഒന്നും കാണാൻ കഴിയില്ല. ഒരുപാട് സന്ദർശകർ ഈ സമയം ഇവിടെ ഉണ്ട്. അവർ റീൽസ് എടുക്കൽ, പാട്ട്, ഡാൻസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ശബ്ദ കോലാഹലങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കേൾക്കാവുന്നതുമാണ്. ക്ഷമിക്കണം കേട്ടോ. ഈ അടുത്ത കാലത്താണ് പാലക്കയം തട്ട് കൂടുതൽ ഫേമസ് ആയി തുടങ്ങിയത്. ഇപ്പോൾ വിനോദസഞ്ചാര വകുപ്പ് അത് ഏറ്റെടുക്കുകയും ചെയ്തു. ഇവിടുത്തെ ടിക്കറ്റ് നിരക്ക് എന്ന് പറയുന്നത് 30 രൂപയാണ്. രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 9 മണി വരെയാണ് ഇവിടുത്തെ സന്ദർശന സമയം. നമ്മളിന്ന് വന്നതിൽ ഏറ്റവും റിസ്ക് കുറഞ്ഞൊരു സ്ഥലം ഇതാണ്. കുറച്ച് നടന്നാലും മതി, ബാക്കിയെല്ലാം ഭയങ്കര റിസ്ക് ആയിരുന്നു അല്ലേ? നമ്മൾ വന്നതിൽ ഏറ്റവും കുറഞ്ഞ റിസ്ക് ഉള്ള സ്ഥലമാണ്. ആ പക്ഷെ ഇത് കുറച്ച് അങ്ങോട്ട് വഴിയുണ്ട്. ഇതിലെ അങ്ങ് വരെ പോയി, കുറച്ച് അങ്ങ് പോയതാ. ആ ഊട്ടി വരെ. സൂക്ഷിച്ച് നോക്കിയാൽ കോടങ്ങനെ പൊന്തി വരുന്ന മഞ്ഞ് ശരിക്കൊരു ഊട്ടിയിലെ പ്രീതിയാണ്. ഊട്ടി കൊടൈക്കനാൽ കനലപ്പോൾ എങ്ങനെ ഉണ്ടാവും അല്ലേ? ഇവിടേക്കുള്ള എൻട്രി ഫീസ് എന്ന് പറയുന്നത് 30 രൂപയാണ്. ഇതാണ് ഇവിടെ സിപ്പ് ഉണ്ട്. സിപ്പ് ആ സാധനമാണ്. ആ അതാണ് സിപ്പ് വേണ്ടത്. ഇവിടെ വന്ന് പകലൊക്കെ വന്നുണ്ടാവും. അതന്നെ അപ്പുറണ്ട്. അയ്യോ നോക്കിയില്ല. പാലക്കായം തട്ട്. അവിടെ കുറേ വീടുകളൊക്കെ കാണാം. മഞ്ഞില് പൊതഞ്ഞ് കിടക്കുന്ന സ്ഥലം. കൂടുതൽ അങ്ങോട്ട് പോകാൻ പറ്റില്ല. ജസ്റ്റ് നമുക്ക് ഇവിടെ വരാം. ആ ഇങ്ങോട്ട് നോക്കുവാനേ. ആഹാ അടിപൊളി. അവിടെയൊക്കെ കുറേ വീടുകളോ എന്തൊക്കെ ഉണ്ട്. അതൊക്കെ മഞ്ഞിലിങ്ങനെ പൊതഞ്ഞെടുക്കുകയാണ്. പാലക്കായം തട്ട്. പല നാടുകളിൽ നിന്നും സഞ്ചാരികൾ ഒരുപാട് പേർ ഈ സ്വർഗം തേടി ഇവിടെ എത്താറുണ്ട്. ഇവിടുത്തെ പ്രധാന ആകർഷണം ഉദയവും അസ്തമയവുമാണ്. ഒരു രക്ഷയില്ലാത്ത കാഴ്ചകളാണെന്ന് പറയുന്നത്. നമ്മൾ അസ്തമയം കാണാനാണ് പ്ലാൻ ചെയ്തതെങ്കിലും എത്തിയപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി. അതുകൊണ്ട് അത് ഞങ്ങൾക്ക് മിസ്സായി. ഇവിടെ ഒരു 5 മണി സമയത്ത് വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ നമുക്ക് അടിപൊളി അസ്തമയം കാണാം. പിന്നെ നമ്മൾ പൈതൽമല, ഏഴരക്കുണ്ട് അതൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടോളൂ. നമുക്കിവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് മുതിർന്നവർക്ക് 35 രൂപയും കുട്ടികൾക്ക് 10 രൂപയാണ്. സമയം എന്ന് പറയുന്നത് പാലക്കായം തട്ടിൽ കയറാനുള്ള സമയം രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 9 മണി വരെയാണ്. അപ്പോൾ വൈകുന്നേരമാണ് കൂടുതൽ ആൾക്കാർ ഇവിടെ വരിക. കാരണം സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ മഞ്ഞ് പെയ്യുന്നതൊക്കെ കാണണമെങ്കിൽ നമുക്ക് രാവിലെ വരാം. രാവിലെയും വൈകുന്നേരമാണ് ഇവിടുത്തെ വൈബ്. നമ്മളിപ്പോൾ വന്നപ്പോൾ ഒരു 6 മണി കഴിഞ്ഞിട്ടാണ് വന്നത്. പിന്നെ മഴക്കാർ കൂടെ ഉള്ളതാണ് വന്ന്. പിന്നെ പെട്ടെന്ന് മഞ്ഞിറങ്ങുകയും ചെയ്തു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പാലക്കായം തട്ടിലെ കാഴ്ചകൾ. കണ്ടോ കൂടുതൽ ആൾക്കുണ്ടോ? അപ്പോൾ നല്ല അടിപൊളി സ്ഥലം കേട്ടോ. ഒരു 5 മണി 5:30 ആകുമ്പോൾ വരണല്ലേ? ഇത് കാണുന്നുണ്ട് വീടുകളിലേക്ക് ഞാനിങ്ങനെ വരും.
വണ്ടികളല്ലേ. അത്യാവശ്യം പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. 3 KSRTC ബസ്സുകളുണ്ട് ഇപ്പോൾ ഉല്ലാസയാത്രയിൽ വന്നത്. ഇപ്പൊ നമ്മുടെ വണ്ടി ഏതാണെന്ന് ഇപ്പൊ തെരഞ്ഞെടുക്കേണ്ടി വരും. അത് ഇവിടെ പോയി കാണാം. നമ്മുടെ പാലക്കായം തട്ടിലെ കാഴ്ചകളാണ് കണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. നമ്മൾ വ്യൂ പോയിന്റുകളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇനി നമ്മൾ നേരെ കോഴിക്കോട്ടേക്കുള്ള യാത്രയായിരിക്കും. ഒരു കുല മുന്തിരി വാങ്ങിടുവാനായി നാലണ കയ്യിൽ കൊണ്ടു തിന്നിടുവാൻ. അങ്ങാരി എന്നറിയില്ലേ നിങ്ങളെ നാട്ടിലെ രാജാവല്ലേ. അങ്ങ് വെറും നാലണയില്ല യാചകനായെന്നോ പ്രാണസഖി നന്നായി അറിയാം ഞാൻ ഇന്നാട്ടിലമീറാണെന്ന്. എന്നാലും എന്റേതായൊരു നിറവുമില്ല പ്രിയേ. തട്ടുപൊളിപ്പൻ യാത്രയുടെ മനോഹരമായ കാഴ്ചകൾ അടുത്ത എപ്പിസോഡിൽ കാണാം. ടാറ്റ, ബൈ ബൈ. ബൈ റോയി.